ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AV Crew. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ ചിത്രം വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെ ഇത്ര എളുപ്പത്തിൽ എങ്ങനെ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന്. പറ്റും. അതിന് സിമ്പിളായ ചെറിയൊരു മാർഗ്ഗമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ചിത്രം വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുണ്ട്? നമ്മളിൽ പലരും മാതാപിതാക്കളായാലും എല്ലാവരെയും ചിത്രം വരയ്ക്കും. കുഞ്ഞു കുട്ടികൾ വരെ ചിത്രം വരയ്ക്കും. ഇപ്പോൾ നമ്മൾ ഒന്നും വരയ്ക്കാൻ അറിയാത്ത നമ്മൾ പോലും നമ്മുടെ പിള്ളേരെ ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പെൻസിൽ പേന എടുത്തിട്ട് കാക്കയോ പൂച്ചയോ ഇല്ലെങ്കിൽ ഒരാളുടെ ഫേസ് എങ്കിലും നമ്മൾ വരയ്ക്കും. അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടെങ്കിലും വരയ്ക്കും. നമ്മുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നവരോട് ഒരു ആരാധനയും ബഹുമാനമൊക്കെ ഉണ്ടാവും. നമ്മൾ അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുകയെന്ന്. ചിത്രം വരയ്ക്കുന്നവർ ആദ്യം ചെയ്യുന്നത് ചിത്രത്തിന് നല്ല ഗ്രാഫ് ഇടുക എന്നാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, പെയിൻറ്റ് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും, ഇങ്ങനെ ഗ്രാഫ് ഇട്ട് ഗ്രിഡ് ഇട്ട് കാണും. അപ്പോൾ ഗ്രിഡ് ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പ്രിൻ്റ് എടുക്കണം, എന്നിട്ടത് ഗ്രിഡ് ഇടണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. വാട്ടർ കളർ ചെയ്യുമ്പോഴാണെങ്കിലും പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രിഡ് ഇടുന്നത്. വളരെ നല്ലതാണ്. ഗ്രിഡ് ഇട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആ ചിത്രത്തിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെട്ടു പോകില്ല. നമുക്ക് എങ്ങനെയുള്ള പിക്ചറാണോ കിട്ടിയത് അതേ പിക്ചറിൽ തന്നെ നമുക്കത് സ്കെച്ച് ചെയ്ത് വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്കൊരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഗ്രിഡ് ഇടാം, എങ്ങനെയാണ് അതിൻ്റെ അളവ് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതിന് നമ്മൾ മറ്റെങ്ങും പോകേണ്ട, നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്കതിൽ ഒരു പിക്ചറിനകത്ത് ഗ്രിഡ് ഇടാം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ നമുക്ക് ഗൂഗിളിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിനകത്ത് മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഗ്രിഡ് ഇട്ടിട്ട് നമുക്കത് വരച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത്രയൊക്കെ പറയുമ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. അതിന് പറ്റിയ ഒരു ആപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് ഏതൊരു പിക്ചറിനകത്തും ഗ്രിഡ് ഇടാം. അതിൻ്റെ അളവെല്ലാം അതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് അളവൊക്കെ മാറ്റി ചേഞ്ച് ചെയ്യുക എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ആ മൊബൈൽ ആപ്പിനെ ഒന്ന് പരിചയപ്പെടാം. ഈ ആപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ബെൽ ബട്ടണോടെ ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിനകത്തേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ബെൽ ബട്ടണിൻ്റെ കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ ആപ്പ് പരിചയപ്പെട്ടാലോ? ഇതാണ് നമ്മുടെ ആപ്പ്. നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കില്ല ലഭിക്കുന്നത്. ഇതിനകത്ത് ഒരു സൈഡിൽ നമുക്കൊരു 3 ലൈനുണ്ട്. നമ്മുടെ ഓപ്ഷൻ സെറ്റിങ്സൊക്കെ അവിടെയാണുള്ളത്. പിന്നെ ഒരു ഷോ ലേബൽ ഉണ്ട്, ഷോ ഗ്രിഡ് ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആദ്യം സ്റ്റോറേജിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ പേജ് സെലക്ട് ചെയ്യാം. ഈ പേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വെർട്ടിക്കൽ തന്നെ വെച്ചത് നമുക്കൊരു പേജ് ഒത്തിരി പേജ് ഉണ്ട് ഇതിനകത്ത്. നമുക്കൊരു A3 പേജ് സെലക്ട് ചെയ്യാം. ഈ A3 പേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ഗാലറിയിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഗാലറിയിലേക്ക് തന്നെ പോകും. നമുക്ക് അവിടുന്ന് ഒരു നല്ലൊരു പിക്ക്, നമുക്ക് വേണ്ട ഒരു പിക്ക്, ഏത് പിക്കാണോ നമുക്ക് വരയ്ക്കേണ്ടത് ആ ഒരു പിക്ക് സെലക്ട് ചെയ്യാം. ഈ പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്രോപ്പ് കാണിക്കുന്നുണ്ട്. നമുക്ക് എത്ര ഭാഗമാണോ വരയ്ക്കേണ്ടത് അത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെയാണ് സെറ്റിങ്സിൽ നമ്മുടെ ഗ്രിഡ് വരുന്നത്. അപ്പോൾ ഈ ഗ്രിഡ് ഷോ, അതുപോലെ ഗ്രിഡ് ലേബൽ ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഗ്രിഡ് ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പേഴ്സ് പോകും. അതുപോലെ ഷോ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രിഡും നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് സെല്ല് ഫസ്റ്റിൽ കാണുന്ന സൈസ് സെല്ല് കൊടുക്കുക. അത് നമുക്കൊരു 15 mm ആണ് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടാവുക. അത് നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കുക, എത്ര വേണമെന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു 30 കൊടുക്കുന്നത്. 30 കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വലുപ്പത്തിൽ കിട്ടും നമ്മുടെ ഈ ഗ്രിഡ്. ഇനി അതിനകത്തുള്ള മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നോർമൽ. ഈ എഫക്റ്റ് നമുക്ക് നോർമൽ ചെയ്യാം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, അത് ഔട്ട്ലൈൻ മാത്രം വേണോ, ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കളറിൽ തന്നെ വരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് നോർമൽ തന്നെ കൊടുത്തിട്ട് നോർമൽ തന്നെ സെലക്ട് ചെയ്യാം. ഇനി ഗ്രിഡിൻ്റെ കളർ, ഗ്രിഡ് കളറിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. നമുക്കിപ്പോൾ ബ്ലാക്ക് കൊടുക്കാം. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ വരയ്ക്കുന്ന പിക്ചറിൻ്റെ കളർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ സൈസാണ് ഇതിന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്
ഒന്നിലാണ് ഉണ്ടാവുക. ഇത് നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ വളരെ തിക്കായിരിക്കും. അപ്പോൾ നമുക്കത് ഒന്നിൽ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് ഗെറ്റ് കളർ ഓഫ് പിക്ചർ. നമ്മുടെ പിക്ചറിൻ്റെ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ഇവിടെ ഒരു ബാർ വരുന്നുണ്ട്. ഒരു നമുക്ക് ഇതുപോലെ എങ്ങോട്ട് വേണമെങ്കിൽ നീക്കിയിട്ട് നമുക്ക് ഈ പിക്ചറിൻ്റെ കളർ ഏതാണെന്ന് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് ബ്രൈറ്റ്നെസ് ആണ്. ബ്രൈറ്റ്നെസ് നമുക്ക് ക്ലാരിറ്റി കുറഞ്ഞ പിക്ചറുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നോർമലിൽ തന്നെ വെച്ച് ചെയ്യാം. ഒരുവിധം പിക്ചറൊക്കെ നോർമൽ തന്നെ ആയിരിക്കും ചെയ്യാൻ എളുപ്പം. പിന്നെ വരുന്നത് ഷോ റിയൽ സൈസാണ്. ഇത് നമ്മൾ എത്ര പിക്ചർ ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം വലുപ്പത്തിൽ കാണാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരുന്ന ഒന്നാണ്. ഇനി അതുപോലെ ലിസ്റ്റ് ഇമേജ് ഉണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ള വേറെ സെറ്റിങ്സ് ഒന്നുമില്ല. പിന്നെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പിക്ചർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഗ്രിഡ് ഇടാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം, ഒരു ആപ്പ്. അപ്പോൾ ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പിക്ചർ ചെയ്തിട്ട് ഇതുപോലെ ഗ്രിഡ് ചെയ്തിട്ട് നല്ല പിക്ചർ വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം നിങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.